എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ആ വ്യക്തിയുടെ മനസ്സ് മാറി മറിയുന്നുണ്ടോ? ഒരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല. റെസിനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങൾ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളൊരു കാർഡ് അറേഞ്ച്മെൻ്റാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ വ്യക്തിയുടെ മനസ്സ് മാറി മറിയുന്നുണ്ടോ? നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയുടെ മനസ്സ് മാറി മറിയുന്നുണ്ടോ എന്നുള്ളതാണ് നാം നോക്കുന്നത്. ആദ്യത്തെ കാർഡ് ഡീവിളാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു ദുഷ്ട ശക്തിയുടെ പ്രേരണ വന്നിരിക്കുന്നു. ഒരുപക്ഷെ ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ആ വ്യക്തിയിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ആ വ്യക്തിക്കും നിങ്ങൾക്കും നല്ലതാണ് എന്നിരിക്കെ ചില ആളുകളുടെ അസൂയയും, ചില ആളുകൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് ജീവിതത്തിൽ വിജയം വരിക്കുന്നത് ഇഷ്ടമല്ലാതെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങളെ തകർക്കാൻ വേണ്ടി, നിങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി, നിങ്ങൾ വിജയിക്കാതിരിക്കാൻ വേണ്ടി ചില ചെപ്പടി വിദ്യകൾ, ചില ദുഷ്ടലാക്കോടുകൂടി നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിനെ ദുസ്വാധീനം കൊണ്ട് മൂടാൻ ശ്രമിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ചെറിയ പിണക്കങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളാക്കി മാറ്റി, നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലെ പോസിറ്റീവ് എനർജി മാറ്റി നെഗറ്റീവ് എനർജി ആക്കി മാറ്റാനായിട്ട് ചില തന്ത്രങ്ങൾ. ചില ആളുകൾ അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തെറ്റിദ്ധരിപ്പിക്കുക, നുണ പറയുക, കിംവദന്തികൾ പറഞ്ഞുണ്ടാക്കുക, നുണകൾ പറഞ്ഞുണ്ടാക്കുക, വ്യാജം പറഞ്ഞുണ്ടാക്കുക, അങ്ങനെയുള്ള ചില ദുഷ്ടക്രിയകൾ, ദുഷ്ടചിന്തകൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് സംശയം ജനിപ്പിക്കുക. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള നല്ല ബന്ധത്തെ തകർക്കുക. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള ആ ഒരു പോക്കിനെ തടയിടുക. ഇതൊക്കെയാണ് ഇവരുടെ ഉദ്ദേശമായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ആ വ്യക്തിയുടെ മനസ്സിലൊരു സംശയം വരുന്നത്. പക്ഷെ ആരൊക്കെ പ്രവർത്തിച്ചാലും എന്തൊക്കെ പ്രവർത്തിച്ചാലും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ കടുത്ത ശക്തമായ കവചമുള്ള ആ ബന്ധത്തെ തകർക്കാൻ കഴിയില്ല. ഇവരുടെ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് ചില തെറ്റിദ്ധാരണകളുണ്ടാവും, നിങ്ങളുടെ മനസ്സിൽ ചില വേദനകളുണ്ടാവും, ഒറ്റപ്പെടലുണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെ തകർക്കാൻ അവർക്ക് കഴിയില്ല. നെഗറ്റീവ് എനർജി നിറക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ നെഗറ്റീവ് എനർജി നിറച്ച് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റുക. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഉള്ള ബന്ധത്തിനെ തകർക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക. പക്ഷെ അത് ഒരിക്കലും സാധ്യമല്ല. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തന്നെ വിജയിക്കുകയുള്ളൂ. നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലും നോ എന്നുള്ളത് കൊണ്ടുവരിക. നോ എന്ന ഒരു ശബ്ദം കൊണ്ടുവരിക, നോ എന്ന ഒരു കാര്യം കൊണ്ടുവരിക. അങ്ങനെ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റുക, ദുഷ്ടചിന്തകൾ കൊണ്ടുവരിക. നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഉറപ്പ്, ബന്ധം, ആ വിശ്വാസം, അതിനെയൊക്കെ തകർക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ് ആക്കാൻ നോക്കുക. ആ മനസ്സിനെ നെഗറ്റീവ് ആക്കാൻ നോക്കുക. അതിൽ ഏറ്റവും ആദ്യം വീഴുന്നത് നിങ്ങളുടെ വ്യക്തിയാണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള യാഥാർത്ഥ്യബോധമുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ നിഷ്കളങ്കത കൊണ്ടോ, നിങ്ങളുടെ വ്യക്തിയുടെ ആത്മവിശ്വാസത്തിൻ്റെ ബലഹീനത കൊണ്ടോ നിങ്ങളുടെ വ്യക്തിയെ ദുസ്വാധീനിച്ചെന്ന് തന്നെ പറയണം. സ്വാധീനമെന്നല്ല അതിനെ പറയേണ്ടത്. ദുസ്വാധീനിച്ച് ചില വ്യക്തികൾ വന്ന് നുണ പറയുകയും വ്യാജം ചമക്കുകയും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. രാത്രിയിൽ നിങ്ങളുടെ വ്യക്തിയെ ദുസ്വാധീനത്തിന് ഇരയാക്കുന്നു. പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ടിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ വേണ്ടിയിട്ട് രാത്രികളിൽ ചില സംശയത്തിനുള്ള കാര്യങ്ങൾ വന്ന് പറയുക. അങ്ങനെ നിങ്ങളുടെ വ്യക്തിയുടെ രാത്രി ചിന്തയിൽ മാറി മറിക്കുക, തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. വ്യക്തിയുടെ മനസ്സ് മാറി മറിയുന്നുണ്ടോ എന്ന് നിങ്ങൾ പോലും സംശയിക്കും. പക്ഷേ ഇവരുടെ തന്ത്രങ്ങളൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ആ വ്യക്തി നിങ്ങളെ പോസിറ്റീവായിട്ട് സ്നേഹിക്കുകയും നിങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. കാരണം ഇവരുടെ ദുഷ്ടതന്ത്രങ്ങളൊന്നും വിജയിക്കാൻ പോകുന്നില്ല. പോസിറ്റീവ് എനർജി ആ വ്യക്തിയിലേക്ക് ഉടൻ തന്നെ എത്തുക തന്നെ ചെയ്യും. ആ പോസിറ്റീവ് എനർജി എത്തി ആ വ്യക്തി വളരെ ആത്മവിശ്വാസം തിരിച്ചെടുക്കുകയും ചെയ്യും. ഒരു ദുഷ്ടശക്തിയുടെ പ്രവർത്തനങ്ങളോ ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രവർത്തനങ്ങളോ വിജയിക്കില്ല. വളരെ പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ പോവുകയും ജീവിതത്തിൽ വിജയം കൈവരിക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുകയും ചെയ്യും. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. നെഗറ്റീവായിട്ടൊന്നും സംഭവിക്കില്ല. ആ വ്യക്തിയെ പരാജയപ്പെടുത്താൻ, നിങ്ങളെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല.
നിങ്ങൾക്ക് വേണ്ടി എന്ത് മാറ്റം വരുത്താനും ആ വ്യക്തി തയ്യാറാകണം. ഈ നെഗറ്റീവ് എനർജികളുടെ പ്രവർത്തനങ്ങൾ ആ വ്യക്തി മനസ്സിലാക്കുകയും നിങ്ങൾക്ക് വേണ്ടി എന്ത് സഹായ സഹകരണങ്ങൾ നൽകുവാനും നിങ്ങൾക്ക് വേണ്ടി എന്ത് സഹായങ്ങൾ നൽകാനും തയ്യാറായിട്ട് ആ വ്യക്തി തീർച്ചയായിട്ടും എത്തും. ആ വ്യക്തിയുടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. തീർച്ചയായിട്ടും ആ പോസിറ്റീവ് എനർജി തിരിച്ചു വരികയാണ്. ആ വ്യക്തി നിങ്ങളുടെ അവസ്ഥ അറിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യങ്ങൾ ചെയ്യാനും ആ വ്യക്തി തിരിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ആ വ്യക്തിയുടെ മനസ്സ് മാറി മറിഞ്ഞിരുന്നു. ആ വ്യക്തിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായിട്ട് ദുഷ്ടശക്തികൾ ആ വ്യക്തിയെ പ്രലോഭിച്ചുകൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിനെ മാറ്റിമറിക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ മാറ്റിമറിക്കലിനൊന്നും ആ വ്യക്തിയെ സ്വാധീനിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവരുടെ ദുസ്വാധീനങ്ങളിൽ നിന്നെല്ലാം ആ വ്യക്തി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ആ വ്യക്തിക്ക് മനസ്സിലായി ആ വ്യക്തിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ശക്തികൾ, ആ വ്യക്തിയെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ശക്തികൾ ആ വ്യക്തിയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്നു. അങ്ങനെ ആ വ്യക്തി അവരുടെ ദുസ്വാധീനങ്ങളൊക്കെ വിട്ടെറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ പോസിറ്റീവ് എനർജിയിലേക്ക് ആ വ്യക്തി പോവുകയാണ്. നെഗറ്റീവ് എനർജിയിൽ നിന്ന് ആ വ്യക്തി പിന്മാറുകയാണ്. ഏതൊക്കെ തരത്തിലുള്ള നെഗറ്റീവ് എനർജിയാണോ ആ വ്യക്തി ഇതുവരെ ദുസ്വാധീനത്തിന് ഇരയാക്കിയിരുന്നത് അതിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥയാണ്. ആ പ്രലോഭനങ്ങളിൽ വീഴാതെ ആ വ്യക്തി തൻ്റെ മനസ്സുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന മനസ്സുകൊണ്ട് പോവുകയാണ്. പിന്നീട് വരുന്നത് ആ വ്യക്തിക്ക് നല്ല സൽകീർത്തി വരികയാണ്. ആ വ്യക്തിക്ക് ആത്മവിശ്വാസം വരുന്നു. ആ വ്യക്തിക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും തകർത്തുകൊണ്ട് എല്ലാ തെറ്റിദ്ധാരണകളെയും സംശയങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് ആ വ്യക്തിക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള അവസരം ലഭിക്കുകയാണ്. ദുസ്വാധീനത്തിൻ്റെ എല്ലാ കാണാച്ചരടുകളും ആ വ്യക്തി പൊട്ടിച്ചെറിഞ്ഞിരിക്കുന്നു. ആ വ്യക്തി വിജയത്തിൻ്റെ കൊടി പാറിക്കുന്ന ചിത്രമാണ്. ആ വ്യക്തിയും നിങ്ങളും നിങ്ങൾ സ്നേഹിച്ചതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന കാലഘട്ടം മാറുകയും മനസ്സിൽ വെളിച്ചം വരികയും മനസ്സിൽ കൃത്യമായിട്ടുള്ളൊരു ധൈര്യം ആ വ്യക്തിക്ക് പകർന്നു കിട്ടുകയും ചെയ്യുന്നു. ആ പോസിറ്റീവ് എനർജിയുടെ ചൈതന്യത്തിൽ ആ വ്യക്തി വിട്ടുപോകുന്നു. കാരണം നിങ്ങൾക്കും അതിൽ പങ്കുണ്ട് ആ വ്യക്തി നേർവഴിയിലാകാനായിട്ട്. കാരണം നിങ്ങളുടെ അഗമമായ ഒരു സ്നേഹം, കളങ്കമില്ലാത്ത സ്നേഹം നിങ്ങൾ നൽകിയത് കൊണ്ടാണ് ആ വ്യക്തി തിരിച്ചു വന്നത്. നിങ്ങളുടെ സ്നേഹത്തിന് കള്ളത്തരം ഉണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കില്ലായിരുന്നു. അങ്ങനെ പോസിറ്റീവ് എനർജി കൊണ്ട് പോസിറ്റീവ് ശക്തി കൊണ്ട് ആ വ്യക്തി തിരിച്ചു വന്നിരിക്കുന്നു. ആ വ്യക്തിക്ക് പോസിറ്റീവ് തരംഗം ലഭിച്ചിരിക്കുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും മാറ്റിമറിച്ചുകൊണ്ട് ആ വ്യക്തി പോസിറ്റീവായിട്ട് വരുന്നു. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു. നിങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ആ വ്യക്തി തയ്യാറാകുന്നു. നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗം ചെയ്യാനുണ്ടോ അതെല്ലാം ചെയ്യാൻ ആ വ്യക്തി ഒരുക്കമായിരിക്കുന്നു. പോസിറ്റീവ് എനർജി കൊണ്ട് ആ വ്യക്തി പോകുന്നു. പോസിറ്റീവ് എനർജി ആ വ്യക്തിയിലേക്ക് എത്തിച്ചേരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.